അത് ഐക്കണിൽ ഞെക്കുമ്പോൾ ഉണ്ട് യുവർ ചാനൽ റിമൈൻ ഇന്നെലിജിബിൾ ഫോർ മോണിറ്റൈസേഷൻ എന്നാണ്. ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് പറ്റിയ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. ഞാൻ യൂട്യൂബ് തുടങ്ങി കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് വീഡിയോസൊക്കെ ഞാനത് സീരിയസ് ആയിട്ട് എടുക്കുന്നത്. നമ്മളല്ലെങ്കിൽ ചുമ്മാ ഷോർട്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് അങ്ങനെയൊന്നും കയറുന്നില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ വലുതായിട്ടൊന്നും നോക്കിയില്ല. നമ്മളന്നേരം ഡബ്മാഷ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അന്നേരം അങ്ങനെ വന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഒരാൾക്കൊരു പറഞ്ഞ് ലൈവ് സെക്ഷൻ ഓപ്പൺ ആക്കുക. അന്നേരം എനിക്ക് ലൈവ് ചെയ്യാനോ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ അങ്ങനെ എല്ലാവരും പറഞ്ഞ് ഞാൻ ആദ്യം സ്ക്രീൻ കാസ്റ്റാണ് ഇട്ടത്. സ്ക്രീൻ കാസ്റ്റ് ഇട്ടുകൊണ്ട് ഇരുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വരത്തില്ല, ഫേസ് കാണിച്ചിട്ട് ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫേസ് കാണിച്ചിടാൻ തുടങ്ങി. ഫേസ് കാണിച്ചിട്ട് ഒന്നും അറിയത്തില്ലാത്ത സമയത്താണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർ പറഞ്ഞു തന്നു. നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റിങ്സൊക്കെ ചെയ്തു വെച്ചു. പിന്നെ അവിടെ എല്ലാം കയറി സെർച്ച് ചെയ്ത് നോക്കി നമ്മൾ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതൊക്കെ ഞാൻ പഠിച്ചെടുത്തു കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോൾ അതിന് വലിയ റീച്ചൊന്നുമില്ല. പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോസ് നമ്മൾ വലിയ സെലിബ്രിറ്റീസ് ഒന്നും അല്ലാത്തത് കൊണ്ട് നമ്മുടെ വീഡിയോസ് പതുക്കെയാണ് കയറത്തുള്ളൂ. ആദ്യം തുടങ്ങുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആദ്യം തൊട്ടേ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. അതായത് വാരി വലിച്ച് ഒരുപാട് വീഡിയോസ് ഒന്നും ഇടണ്ട. നിങ്ങൾ ദിവസവും ഓരോ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. അത് ഷോർട്ട് ഒരെണ്ണോ ലോങ് വീഡിയോസായിട്ടും ഇട്ടുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് അത് നമുക്ക് റീച്ചായി കിട്ടിയാലാണ് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കി നമുക്ക് മോണിറ്റൈസേഷൻ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സ്ക്രീൻ കാസ്റ്റ് ഇട്ടു. സ്ക്രീൻ കാസ്റ്റ് ഇട്ട് സൈലൻ്റ് ആയിട്ടിട്ടു. എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമല്ലായിരുന്നു. അങ്ങനെ സ്ക്രീൻ കാസ്റ്റ് ഇട്ടു. സ്ക്രീൻ കാസ്റ്റ് നന്നായിട്ട് ഓടുന്നുണ്ടായിരുന്നു. 400 പേര്, 500 പേര്, 300 പേരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ എനിക്കത് 200Kയും 200Kയും 100Kയും 150Kയും ഒക്കെ 150Kയൊക്കെ ആയായിരുന്നു. അതുപോലെ തന്നെ എനിക്കതിന് വാച്ച് അവറും കിട്ടി. അങ്ങനെ ഒരു 4 വീഡിയോസ് ഇട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് മോണിറ്റൈസേഷൻ കൊടുക്കേണ്ടത് വന്നു. അപ്പം മോണിറ്റൈസേഷൻ കൊടുക്കേണ്ട വന്നപ്പം ഞാൻ കൊടുത്തു. അപ്ലൈ കൊടുത്തപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ വന്നതാണ് നിങ്ങളുടെ മോണിറ്റൈസേഷൻ റിജക്റ്റായി, നിങ്ങൾ റീയൂസ്ഡ് കണ്ടൻറ് ആൻഡ് റിപ്പീറ്റേറ്റീവ് കണ്ടൻറ് എന്ന് പറഞ്ഞ് കാണിച്ചു വന്നു. അപ്പോൾ ഞാൻ കുറച്ച് വേറെ ആപ്പുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഒരു ശകലം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടാമതും കൊടുത്തു. വീണ്ടും അവരത് തന്നെ നമുക്ക് റിപ്പീറ്റേറ്റീവ് കണ്ടൻറ് ആൻഡ് റീയൂസ്ഡ് കണ്ടൻറ് എന്ന് പറഞ്ഞ് വീണ്ടും നമുക്ക് അത് തന്നെ അവർ റിപ്ലൈ തന്നു. അതും പിന്നെ റിജക്റ്റായി. പിന്നെ ഞാൻ എന്നിട്ട് ഒരു അപ്പീൽ വീഡിയോ കൊടുത്തു. അപ്പീൽ വീഡിയോ കൊടുത്തപ്പോൾ അപ്പീൽ വീഡിയോ റിജക്റ്റായി. ഇനി ഒരു 90 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് റീഅപ്ലൈ കൊടുക്കാം എന്നാണ് പറയുന്നത്. അന്ന് കൊടുത്തു കഴിയുമ്പോൾ എന്താവുമെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ എനിക്കൊരു പണി കിട്ടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ലൈവ് ഇടുന്നവർ സൈലൻറ്റ് ലൈവ് ഒഴിവാക്കുക. അതിനെന്തെങ്കിലും സൗണ്ട് കൊടുക്കുക. നിങ്ങളല്ലെങ്കിൽ മെസ്സേജ് വായിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും വരും. സൗണ്ട് കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ലൈവ് ചെയ്തോ. ഫേസ് ലൈവ് ആയിട്ട് നിങ്ങൾ ചെയ്തോ. ഫേസ് ലൈവിന് യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും വീഡിയോസ് ഒരു 5 സെക്കൻഡ് വീഡിയോസ് അങ്ങനെ ഓടുന്നതിനും കുഴപ്പമില്ല. അത് തന്നെ ഇട്ടുകൊണ്ടിരിക്കില്ല. ഒരു തവണ ഒരു വീഡിയോ ഇടാവുള്ളൂ. അല്ലെങ്കിൽ അത് റീയൂസ്ഡ് കണ്ടൻ്റ് ആയിട്ട് വരും. പിന്നെ നിങ്ങൾ ഷോർട്ട് വീഡിയോ എടുക്കുന്നതും ലോങ് വീഡിയോ എടുക്കുന്നതും ഒരേപോലെ ഇടാതിരിക്കുക. അത് വേറെ വേറെ ആയിട്ട് എടുത്തിട്ട് വീഡിയോസ് ഇടുക. അല്ലെങ്കിൽ അതിനും വരും കേട്ടോ. നമുക്ക് ഏതാ വീഡിയോ നമുക്കിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് വീഡിയോ ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഏതെങ്കിലും ഓർമ്മ വെച്ചിട്ടായിരിക്കും നമ്മളിത് നോക്കുന്നത്. അത് നോക്കി കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഈ കുറേ വീഡിയോസ് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഒരുപാട് താമസം വരും. നമ്മളൊരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച എടുക്കും അത് യൂട്യൂബിൽ ഇതായി വരാനായിട്ട്. ഒരാഴ്ച എടുക്കും. അതുപോലെ ഇങ്ങനെ റിജക്റ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ വീഡിയോസൊക്കെ ഡിലീറ്റ് ആക്കുന്നുണ്ടെങ്കിൽ അത് ആക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞ ശേഷം മാത്രമേ കൊടുക്കാവുള്ളൂ. ഇങ്ങനെ റീയൂസ്ഡ് കണ്ടൻ്റൊക്കെ ഉള്ളത് എല്ലാവരും റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഒരാഴ്ച ഡിലീറ്റ് ആയിട്ട് എണ്ണി നോക്കുക. എല്ലാ വീഡിയോസും ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഡിലീറ്റ് ആക്കി കളയുക. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച നിങ്ങൾ സമയം നോക്കി വെക്കുക. ഒരാഴ്ച കഴിഞ്ഞിട്ടേ നിങ്ങൾ അതിനുള്ളത് പിന്നെ റീഅപ്ലൈ കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ അകത്തത്
ഇതായിട്ടുണ്ടാവില്ല. ഓരോ പോളിസികളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ യൂട്യൂബിൽ എല്ലാവരും ഓരോ ടെക്കുകാരുണ്ടല്ലോ, അവരെല്ലാം പറയുന്നത് ശ്രദ്ധിക്കുക. എല്ലാവരും പുതിയ പുതിയ അപ്ഡേഷനുകൾ നമുക്കല്ലെങ്കിൽ അവർ നോക്കണ്ട, നമുക്ക് ഓരോ അപ്ഡേഷനും നമുക്ക് അവർ മെയിലായിട്ട് അയച്ചു തരും. അത് വായിക്കാൻ അറിയാവുന്നവർ വായിച്ച് നോക്കുക, അത് നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ്റെ സമയത്ത് നമുക്ക് റിജക്റ്റ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ പുതിയ പുതിയ യൂട്യൂബേഴ്സ് മുന്നോട്ട് വരുന്നവർ അത് ശ്രദ്ധിച്ച് ചെയ്യുക. ഇതാണ് കേട്ടോ എൻ്റെ ചാനല്. ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല, 2-3 ഷോർട്ടൊക്കെ ഇട്ടിട്ടുള്ളൂ. ഞാൻ ലൈവ് സെക്ഷൻ കാണിച്ചു തരാം കേട്ടോ. വേണ്ട, ലൈവ് സെക്ഷൻ അല്ല, ലൈവ് സെക്ഷൻ ഇപ്പോൾ ഓപ്പണാക്കി കാണിച്ചു തരാം. വേണ്ട, ലൈവ് സെക്ഷനാണ് ഈ കാണുന്നത്. വേണ്ട, ഒരുപാട് വ്യൂസ് ഉണ്ട്. 200K, 292K, 140K, 44K എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യൂസ് ഉണ്ടായിരുന്നു. ഇത് സ്ക്രീൻ കാസ്റ്റ്, സൈലൻറ്റ് സ്ക്രീൻ കാസ്റ്റാണ് കേട്ടോ. ഇപ്പം അതിൻ്റെ വാച്ച് അവർ കിട്ടിയേക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വേണ്ട, വാച്ച് അവർ കിട്ടിയേക്കുന്നുണ്ടോ? ഇത്രയും വാച്ച് അവർ എനിക്ക് ആ സൈലൻറ്റ് ലൈവിന് ഇത്രയും വാച്ച് അവർ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേണ്ട, ഈ സൈഡിൽ കാണുന്നതാണ് വാച്ച് അവർ കാണുന്നത്. ഇത്രയും വാച്ച് അവർ എനിക്ക് ആ സൈലൻറ്റ് ലൈവിന് അത്രയും ലൈവിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അന്നേരം മോണിറ്റൈസേഷന് ലാസ്റ്റ് കൊടുത്തപ്പോൾ ഞാൻ അപ്പീൽ വീഡിയോ കൊടുത്തപ്പോൾ ഉള്ളതാണ് കേട്ടോ ഇപ്പോൾ വന്ന് കിടക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ആൻഡ് മോണിറ്റൈസേഷൻ എന്ന അത് ഐക്കണിൽ ഞെക്കുമ്പോൾ ഉണ്ട്, യുവർ ചാനൽ റിമൈൻ ഇന്നെലിജിബിൾ ഫോർ മോണിറ്റൈസേഷൻ എന്ന് കാണിക്കുന്നുണ്ട്. എന്താണ് കുഴപ്പമെന്ന് അവർ പറയുന്നുണ്ട്. താഴെ വന്നിരിക്കുന്ന കുഴപ്പങ്ങൾ, ആ ചുവന്ന കളറിൽ വന്നിരിക്കുന്നതാണ് പ്രശ്നങ്ങൾ. റീയൂസ്ഡ് കണ്ടന്റ് ആൻഡ് റെപ്പിറ്റേറ്റീവ് കണ്ടന്റ്. പിന്നെ അപ്പീൽ റിജക്റ്റ് ആയതിൻ്റെ കാരണം ഇവിടെ അവർ പറയുന്നുണ്ട്. ഇനി എനിക്ക് ഏപ്രിൽ 16-ാം തീയതി ആകുമ്പോഴത്തേനുമാണ് എനിക്ക് റീ അപ്ലൈ കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. സ്റ്റെപ്പ് 2-ൽ അതിൽ അവർ പറഞ്ഞേക്കുന്ന പോലെ എല്ലാ ഫീഡ്ബാക്കും എല്ലാം എഡിറ്റ് ചെയ്ത് ക്ലിയറാക്കി വേണ്ടാത്ത വീഡിയോസൊക്കെ ഡിലീറ്റാക്കി ശേഷം മാത്രം ഏപ്രിൽ 16-ാം തീയതി നമുക്ക് റീ അപ്ലൈ കൊടുക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്. 16-ാം തീയതിക്ക് ശേഷം. അതുവരെ ഇനി ഞാൻ കാത്തിരിക്കുകയാണ്. എന്നാൽ ശരി, ഓക്കെ, ബൈ, ടാറ്റാ.